പ്രിയമുള്ളവരെ, രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള കോൺഗ്രസിന്റെ സമീപനം മാറുന്നു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് ഇന്ന് രണ്ടു നേതാക്കന്മാർ പത്രലേഖകരുടെ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടി. ഒരാൾ അടൂർ പ്രകാശ് UDFന്റെ കൺവീനറാണ്, മറ്റൊരാൾ KPCCയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫാണ്. കാരണം രണ്ടുപേരും വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വരുന്നതിനെ ഇടതുപക്ഷ MLA മാർ എതിർക്കുകയാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കും, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുമെന്ന്. അടൂർ പ്രകാശും ഇതുപോലുള്ള സമാനമായ പ്രസ്താവനയാണ് മാധ്യമങ്ങൾക്ക് നൽകുന്നത്. കാരണം ഒരു MLA എന്ന രീതിയിൽ പാലക്കാടിൻ്റെ ആവശ്യങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരേണ്ടതുണ്ട്. അതിനെ എതിർക്കുകയാണെങ്കിൽ ജനാധിപത്യപരമായി പ്രതികരിക്കുവാൻ കോൺഗ്രസ് തയ്യാറാകും എന്ന രീതിയിൽ തന്നെയാണ് അവർ രണ്ടുപേരുടെയും പ്രസ്താവനകൾ നിലച്ചു നിൽക്കുന്ന യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ കടുത്ത ആരോപണങ്ങൾ നേരിടുന്ന, ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന ആളുകൾ നിയമസഭയിലുണ്ട് എന്ന് പറയുമ്പോൾ ഒരു അവസ്ഥയുള്ളപ്പോൾ തന്നെ അവരൊന്നും നിയമസഭയിലെ വിലക്കുകൾ അവർക്കൊന്നും ഇല്ലാത്തിടത്തോളം കാലം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും വരാം എന്ന കാര്യം നിസ്സംശയമാണ്. അതുകൊണ്ട് തന്നെ നേതാക്കന്മാരുടെ പ്രസ്താവനയിൽ നിന്ന് ഉരുത്തിരിയുന്ന സത്യം, അവർ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുമെന്നാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിനെ ഭയന്നു തുടങ്ങിയെന്ന് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശക്തമായ അണികളുടെ പിൻബലമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിനും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ എടുത്ത നടപടികൾ കൂടിപ്പോയോ എന്ന ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ചർച്ച സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ട് എന്നതാണ് വാസ്തവം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണത്തിൽ ഉള്ള സ്ത്രീ അത് ആരാണെന്ന് വ്യക്തമല്ല. ചില റിപ്പോർട്ടുകളൊക്കെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് അവർ കല്യാണം കഴിച്ച് വേറെ ഫാമിലി ലൈഫ് നയിക്കുന്ന ഒരാളാണ് എന്ന രീതിയിലൊക്കെ ചില റിപ്പോർട്ടുകൾ വരികയാണ്. അങ്ങനെയാണെങ്കിൽ അവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി നൽകുവാനോ പരാതി നൽകുവാനോ ഒന്നും സാധ്യതയില്ല. എപ്പോഴോ മാധ്യമങ്ങൾക്ക് കിട്ടിയ ഒരു വോയിസ് ക്ലിപ്പ്, അത് രാഹുൽ മാങ്കൂട്ടത്തിനെ ലക്ഷ്യം വെച്ച് തന്നെ പ്രയോഗിക്കുകയായിരുന്നു. അത് ഒരു പ്രത്യേക ലക്ഷ്യമുള്ള ചാനലാണ് എന്ന് വ്യക്തമാകുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ചാനൽ ലക്ഷ്യമാക്കിയിട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണം ഇന്നലെ തൃശ്ശൂരിൽ നിന്നൊക്കെ ഉണ്ടായത് എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ വരികയാണ്. അത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോപണങ്ങളായിരുന്നു എന്ന് വ്യക്തമാകുകയാണ്. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിലെ ആരോപണം ഉന്നയിച്ച റിനി, അതുപോലെ ഹണി, ഭാസ്കർ, ഇവരുടെയൊക്കെ രാഷ്ട്രീയ നിലപാടുകളും അവർക്ക് രണ്ടുപേർക്കും ഇടതുപക്ഷവുമായിട്ടുള്ള ബന്ധവുമൊക്കെ വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു ട്രാൻസ്ജെൻഡറാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത്. അവർ BJP അനുഭാവിയായിരുന്നു, മാത്രമല്ല BJPയുമായി സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ ബന്ധമുള്ള ആളാണ്. അവരെ പൊക്കിക്കൊണ്ടുവന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇൻ കേസ് അവിടെ രാജിവെച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ സ്ഥാനാർത്ഥിയായി മോഹിച്ച് ഇനി MLA ആയി കളയാമെന്ന് വിചാരിച്ച് അവിടെ പൊട്ടും തൊട്ട് മസിലുമൊക്കെ പെരുക്കി നിന്ന ഒരു BJP നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ തന്നെ അറിയാം, മസിൽമാനാണ് അദ്ദേഹം. ഇപ്പോൾ ഒരുപാട് കേസുകളിലൊക്കെ സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ പേരുമൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊക്കെ സത്യങ്ങൾ തെളിയിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ആരോപണങ്ങൾ കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർ വിശ്വസിക്കുന്നത് അത് ആസൂത്രിതമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ അവസരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കാൻ നൽകണമെന്നായിരുന്നു. അങ്ങനെ ഒരു അഭിപ്രായം കോൺഗ്രസ്സിൽ ഉരുത്തിരിയുന്നുണ്ട്. പ്രത്യേകിച്ചും സൈബർ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ അങ്ങനെ ഒരു അഭിപ്രായം ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം ഏത് നിമിഷവും അവർക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ വരാം, കേസുകളിൽ അവരും കുടുക്കപ്പെടാം. അപ്പോഴൊന്നും അവരോടൊപ്പം നിൽക്കാത്തൊരു നേതൃത്വത്തെ വിശ്വസിച്ച് എങ്ങനെ തങ്ങൾ പാർട്ടിയെ പ്രതിരോധിക്കേണ്ടതിന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടണം, ജനങ്ങളുടെ ഇടയിൽ പൊക്കി പോകണം എന്നൊരു ചോദ്യം സാധാരണ പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടാകുന്നു. കാരണം യൂത്ത് കോൺഗ്രസിന് നേതൃത്വ പദവിയിലുണ്ടായിരുന്ന ഒരാൾക്ക് നേരെ ഒരു ആരോപണം വന്നപ്പോൾ പാർട്ടി മുഖം രക്ഷിക്കുവാൻ നേതാക്കന്മാരൊക്കെ തങ്ങൾ CPMനെ കണക്കല്ല, തങ്ങൾ കുറച്ചുകൂടി സ്ത്രീ സമവാദികളാണ്, അല്ലെങ്കിൽ തങ്ങൾ കുറച്ചുകൂടി ആദർശ പുങ്കവന്മാരാണെന്നൊക്കെ തെളിയിക്കാൻ വേണ്ടി ഒപ്പം നിന്ന് ഒരാളെ കൈ കഴുകി ഇമേജ് സൂക്ഷിക്കാൻ, സംരക്ഷിക്കുവാൻ ശ്രമിച്ച നടപടിയായിട്ട് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ നടപടികൾ വിലയിരുത്തുന്നുണ്ട് എന്നത് വാസ്തവമാണ്. അത് പാർട്ടി തിരിച്ചറിയുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒക്കെ സമീപനങ്ങളിൽ വരാനുള്ള മാറ്റങ്ങൾ വരാനുള്ള കാരണം. പ്രത്യേകിച്ചും അടൂർ പ്രകാശിന് അടുത്ത ബന്ധമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ളത്. കാരണം അടൂർ പ്രകാശും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ ഒരേ സ്ഥലത്തുള്ള ആളാണ്, അടൂരിലുള്ള ആളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിതാവ് രാജേന്ദ്രക്കുറുപ്പ് അടൂർ പ്രകാശിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഒരുപക്ഷെ നമ്മൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്നത് അടൂർ പ്രകാശിനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, രാജേന്ദ്രക്കുറുപ്പ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിതാവ്, അടൂർ പ്രകാശിൻ്റെ കയ്യിൽ കിടന്നാണ് മരിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തുമായിട്ട് ഒരു ആത്മബന്ധമുള്ള നേതാവാണ് അടൂർ പ്രകാശ്, രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട്, അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ട്. അപ്പോൾ
അദ്ദേഹം കൂടുതൽ സ്പഷ്ടമായി തന്നെ ആ നിലപാടുകളിലേക്ക് വരുന്നു. അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇതിലുള്ള ക്ലാരിഫിക്കേഷൻ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കണം എന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അടൂർ പ്രകാശിൻ്റെ നിലപാടുകളായിരിക്കാം എന്നൊരു അവലോകനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രതീക്ഷയുള്ള നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, ബോഡി ലാംഗ്വേജ്, അദ്ദേഹം ദൃശ്യമാധ്യമങ്ങളിലെ അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളൊക്കെ വളരെ ആകർഷകമായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം വളരെ ക്രൂരമായിട്ട് എതിരാളികളെ ആക്രമിക്കുന്നത് ഒരു പരിധി കൂടിപ്പോയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുള്ളവർക്ക് പോലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുള്ള ആകർഷകത്വം, അദ്ദേഹം പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ, പ്രസൻറ്റ് ചെയ്യാൻ ദൃശ്യമാധ്യമങ്ങൾ കാണിക്കുന്ന ആ ഒരു ചടുലതയൊക്കെ ആൾക്കാരെ ആകർഷിച്ചിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും യുവമോർച്ചയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ നേതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾക്ക് മുന്നിൽ വിരളി വിളിച്ച് മുട്ടിട്ടിടിച്ച് നിൽക്കുന്ന ദൃശ്യമാധ്യമങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എയിം ചെയ്തിട്ടുണ്ടോ, അദ്ദേഹത്തെ ലക്ഷ്യമാക്കിയിട്ടുണ്ടോ രാഷ്ട്രീയ എതിരാളികൾ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടാകും. കോൺഗ്രസ് പോലെയുള്ള പ്രസ്ഥാനത്തിൽ പാരവെപ്പും കുതികാൽ വെട്ടും ഒക്കെ സ്വാഭാവികമാണ്, എല്ലാ പ്രസ്ഥാനത്തിലുമുണ്ട്. പക്ഷേ കോൺഗ്രസിൽ കുറച്ചുകൂടി ജനാധിപത്യ പ്രസ്ഥാനമായതുകൊണ്ട് കുറച്ചുകൂടി പ്രകടമായി വരും. CPM-ലാകുമ്പോൾ നിയമ നടപടികൾ നടപടികളൊക്കെ എടുക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി ബാക്ക്വേഡായിട്ട് ഇടുന്നു, ഒളിച്ചു നിന്നിട്ട് ഇതൊക്കെ ചെയ്യും. പക്ഷേ കോൺഗ്രസ് ജനാധിപത്യ പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന കാര്യം നമുക്കറിയാം. നമ്മൾ PT ചാക്കോയുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര മന്ത്രിയായിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പെണ്ണ് കേസിൽ പെട്ട് അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നത്. പക്ഷേ അദ്ദേഹം അതിലെ ആത്മനൊമ്പരത്തിൽ മരിച്ചു, അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചു. അതുപോലെ മിക്കപ്പോഴും അന്ന് കോൺഗ്രസിലെ ഒരു MLA പറഞ്ഞത് നിയമസഭയിൽ PT ചാക്കോക്കെതിരെ, നമ്മുടെ PC തോമസിൻ്റെ പിതാവ് PT ചാക്കോക്കെതിരെ, അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവായിരുന്നല്ലോ, ആഭ്യന്തര മന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹം തൃശ്ശൂരിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാറ് ഒരു വണ്ടിയിലിടിക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റിക്ഷയിൽ, അതായത് ആളുകൾ വിളിച്ചുകൊണ്ട് പോകുന്ന റിക്ഷയിൽ ഇടിക്കുന്നു. അപ്പോൾ ആ വണ്ടിയിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന വിവാദ പൊട്ടിപ്പ് പുറപ്പെടുന്നു. പക്ഷേ അദ്ദേഹം വണ്ടി നിർത്തുന്നില്ല, ആ വണ്ടി പോകുന്നു. പിന്നീട് പോലീസിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു, ഇങ്ങനെ ഇടിച്ച ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന്. പോലീസ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന വിവാദം പൊട്ടിപ്പുറപ്പെടുന്നു. വെറും 49 വയസ്സിൽ ആഭ്യന്തരമന്ത്രിയായ അദ്ദേഹത്തിനെ രാജിവെക്കാൻ കോൺഗ്രസ് പാർട്ടി നിർദ്ദേശിക്കുന്നു. അദ്ദേഹം രാജിവെക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ ഒരു കോൺഗ്രസ് MLA പറഞ്ഞത്, മഹാത്മാഗാന്ധി വന്ന് തന്നെ സ്വപ്നത്തിൽ പറഞ്ഞു ഈ PT ചാക്കോക്കെതിരെ സമരം ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കുതികാൽ വെട്ടും ഒക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ കോൺഗ്രസ്സിന് പെണ്ണ് കേസിൽ ഒരു മഹാനായ നേതാവിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. PT ചാക്കോ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ പടുത്തുയർത്താണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം. കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ പിറവി, ഈ കോൺഗ്രസ്സിനുണ്ടായിരുന്ന ശക്തി മധ്യ തിരുവിതാംകൂർ, പ്രത്യേകിച്ചും കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, പിന്നെ മലയോര കർഷകരുള്ള മലബാറിലെ പ്രദേശങ്ങളിലൊക്കെ കുറച്ചിട്ടുണ്ട്. അവരൊക്കെ കേരള കോൺഗ്രസ്സിലോട്ട് പോയിട്ടുണ്ട്. തിരിച്ചറിവ് കോൺഗ്രസ്സിനുണ്ട്. അതുപോലെ ഒരു PT ചാക്കോ ആകുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഭയവുമുണ്ട്. കാരണം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും കേരളത്തിലുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. മാത്രമല്ല കോൺഗ്രസിലെ പ്രവർത്തകർ നല്ലൊരു വിഭാഗവും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പമാണ്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.